ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവമംഗലത്ത് ആകെപ്പാടെ എല്ലാവരും ടെൻഷനിലാണ് കേട്ടോ. അനുമോളെ കാണാനില്ലെന്ന വാർത്ത തന്നെ എല്ലാവരും പിടിച്ച് കുലുക്കിയിട്ടുണ്ടല്ലോ രാവിലെ തന്നെ. അപ്പുറത്തേക്ക് പോയ നമ്മുടെ സുകന്യ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ അലോക് ഇല്ല. അലോക് ഇന്നലെ രാത്രി തന്നെ എറണാകുളത്ത് കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയേക്കുവാണ്. അതുകൊണ്ട് അവനൊന്നും അല്ല ഇതൊന്നും ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് ന്യായം പറയാൻ കേട്ടോ. ഇന്ദിരാമ്മയാണെങ്കിൽ തളർന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അനുമോളുടെ കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞ സമയത്ത് ഒരു വല്ലാത്ത വേദനയായിട്ട് അവർ തളർന്നിരിക്കാൻ കേട്ടോ. അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇത് അനുമോൾ അവിടെ എവിടെയെങ്കിലും തന്നെ കാണും, കല്യാണം ഒന്നും മുടങ്ങില്ല എന്നിങ്ങനെ അച്യുതൻ അമ്മയെ സമാധാനിപ്പിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ രാജശ്രീയും പറയാനുണ്ട്, അമ്മ എന്തിനാ ഇപ്പം അതോർത്ത് വിഷമിക്കണേന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഗോമതി പറയുന്നുണ്ട്, എന്നാലും അനു നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്യേണ്ടായിരുന്നു. അവൾ ഈ കല്യാണ ദിവസം വരെ എന്തിനാ വെച്ചുകൊണ്ടിരുന്നത് ബാലേട്ട? അവൾ എനിക്ക് വാക്ക് തന്ന എൻ്റെ തലയിലടിച്ച് സത്യം ചെയ്താണ് അലോകായിട്ട് അവൾക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നെന്ന്. എന്നിട്ടാണോ അവൾ ഇങ്ങനെ ചെയ്തത്? അയ്യോ അമ്മ ഒന്നും മിണ്ടാതിരിക്കുക. അവൾ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ അവൾ ഇവിടുന്ന് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ ഒറ്റയ്ക്കൊക്കെ പോകാൻ പറ്റില്ലല്ലോ, ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ എന്ന് മീനാക്ഷി സംശയം പറയാണ്. എന്നിട്ട് ബാലന് നല്ല ദേഷ്യം വരും കേട്ടോ. ബാലനും പറയാണ്, അതെ ഗോമതി, നീ വിചാരിക്കും പോലെയല്ല അനുമോളെ, എനിക്ക് വിശ്വാസമുണ്ട്. അവൾ ഒരിക്കലും ഞങ്ങളെ ആരെയും വേദനിപ്പിച്ച് ഇറങ്ങിപ്പോവില്ല. ഞാൻ അവളെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നിട്ടാണോ ബാലേട്ട നേരം വെളുത്ത് കല്യാണ ദിവസം രാവിലെ ആയിട്ട് അവളെ ഇവിടെ കാണാത്തത്? ഇതിൽ വേറെ എന്തോ ചതി നടന്നിട്ടുണ്ട്, എനിക്കത് ഉറപ്പാണ്. അനുമോളായിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്നിങ്ങനെ ബാലൻ പറയാട്ടോ. അപ്പം നമ്മുടെ ആനന്ദ് പറയാം, അവൾ ഈ അലോകമായിട്ട് ഉറപ്പായിട്ടും ഇറങ്ങിപ്പോയതാണെങ്കിൽ എൻ്റെ കണ്ണിന് മുന്നിൽ കണ്ട അവളെ ഞാൻ വെട്ടിക്കൊല്ലും. ഇനി ജീവനോട് അവളിവിടെ ഇരിക്കണ്ട എന്ന് പറയാം. പക്ഷേ നമ്മുടെ ആര്യം പറയുന്നുണ്ട്, എനിക്കും ചില സംശയങ്ങളില്ലാതില്ല. അനുമോൾക്ക് നമ്മളെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവനാണ്. നമ്മൾ അവളെ ജീവൻ കൊടുത്തല്ലേ ഏട്ടാ അവൾ തിരിച്ചും സ്നേഹിച്ചിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ ചതിക്കാൻ അവൾക്കാവില്ല. ഇതിൽ വേറെ എന്തോ ചതിയുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ആര്യനും സംശയിക്കാൻ കേട്ടോ. അങ്ങനെ അവർ ആലോചിച്ചിരിക്കണം. സുകന്യ ഇതുവരെ കണ്ടില്ലല്ലോ കൃഷ്ണമംഗലത്ത് പോയ. അപ്പോൾ പറഞ്ഞിരിക്കുമ്പോഴാണ് ദേ ഓടി കയറി വരുന്നുണ്ട്. ദേ സുകന്യ വന്നല്ലോ. എന്തായി സുകന്യ, അലോക് അവിടെ ഉണ്ടോ? അല്ല, അവിടെ ഇല്ല. അലോക് അവിടെ ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാരൻ്റെ ഏതോ ഒരു കല്യാണത്തിന് എവിടെ പോയി എന്നാണ് പറഞ്ഞത്. വേറെ അവർക്ക് ഈ അനുമോളോട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയില്ല. എന്തായാലും അനുമോളെ കൊണ്ടുപോയതൊന്നും അലോകല്ല. അലോക് വീട്ടിലില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, അവൻ കല്യാണത്തിന് പോയിക്കെന്നാണ് പറയണത്. അത് ശരി. അപ്പം തന്നെ ഇവർക്കൊക്കെ ചെറിയൊരു സംശയം ഉണ്ടെന്നാലത് പറയണില്ല. കാരണം ഉറപ്പിച്ച് പറയുമല്ലേ അലോക് ഒരു കല്യാണത്തിനാണ് പോയെന്ന്. പിന്നെ അനുമോളെ എങ്ങനെ തട്ടിക്കൊണ്ട് പോവാനാ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോവാനാ? അങ്ങനെ ഇവരാകെ സംശയത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഗോമതി പറയാണ്, ഇങ്ങനെ ബാലേട്ട വെറുതെ ഇരിക്കില്ലേ, എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാൻ നോക്ക്. നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? എവിടെ പോയി അന്വേഷിക്കാനാണ്? എങ്ങനെ പോയി അന്വേഷിക്കാനാണ്? ഒരു പിടിയില്ല. അപ്പം ഇത്ര പറയണ്ട, ഞാനൊന്ന് അവളുടെ മുറിയിൽ പോയി നോക്കട്ടെ, എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ അവൾ എഴുതി വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അകത്ത് കയറി നോക്കിയിട്ട് വരുമ്പോൾ മിത്ര പറയണം, അവിടെ ഒന്നുമില്ല. കാര്യം ഫോൺ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതാണെങ്കിൽ സ്വിച്ച് ഓഫ്, ചാർജ് ചെയ്തിട്ട് സ്വിച്ച് ഓഫ് ആയതാണ്. അത് ശരി. അപ്പോൾ പിന്നെ എന്താവും കാര്യം? എങ്ങനെയാവും? ജീവൻ്റെ വീട്ടുകാരാണെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇവിടെ ബാലനെ എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ആനന്ദിനെയും ആര്യനെയും ഒക്കെ മാറി മാറി വിളിക്കുകയാണ്. കാരണം അവർ മണ്ഡപത്തിലെത്തിയിട്ടുണ്ടാവും, പെണ്ണ് വീട്ടുകാർ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത്. അപ്പം ഇവർക്ക് എടുക്കാനാകെ നാണക്കേട്. ഗോമതി പറയാണ്, ബാലേട്ട ആ ഫോണൊന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് പറ. എന്ത് പറയണമെന്ന്? എൻ്റെ മോളെ രാവിലെ മുതൽ കാണാനില്ലെന്നോ? അതോ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്നോ? ഞാൻ എന്താടി പറയേണ്ട അവരോട് എന്നൊക്കെ പറയാനുണ്ട്. കാര്യം അനുമോളെ പൂർണ്ണ വിശ്വാസമാണെങ്കിലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് പറയാൻ പറ്റും അവരോട്? ഉടനെ ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബാലൻ. അപ്പം നമ്മുടെ ആര്യനൊക്കെ പറയുന്നുണ്ട്, അച്ഛാ അവരെ വിളിച്ച് കാര്യം പറയാം, കുറച്ച് സമാധാനം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ഉടനെ ബാലൻ പറയുന്നുണ്ട്, എടാ മുഹൂർത്ത സമയം 9 മണിക്ക്, അതിനുശേഷമാണ് മുഹൂർത്ത സമയം 9-10 മണിക്ക്. അതിനിടയ്ക്കായിട്ട് നമുക്ക് അനുമോളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? കണ്ടുപിടിച്ച് മണ്ഡപത്തിലെത്തിക്കാൻ പറ്റുമോ? നിങ്ങൾ എനിക്ക് വാക്ക് തരുമോ? ഉറപ്പാണോ? എങ്കിൽ മാത്രം ഞാൻ അവരോട് മറുപടി പറയാം എന്നിങ്ങനെ ചോദിക്കാട്ടോ. ഇവരാകെ അന്തം വിട്ട് നിൽക്കണം. ഇവർക്ക് അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ട് എന്ത് കാര്യം? അനുമോൾ ഏത് വഴിക്ക് പോയി, എങ്ങനെ പോയി, ഒരു തെളിവും ഇല്ലല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ജീവനോട് എന്ത് മറുപടി പറയുമെന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് നാണക്കേടായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ
നമ്മുടെ അലോകിനെ കാണിക്കാട്ടോ. അലോക് ഈ അനുമോളെയും തട്ടിക്കൊണ്ട് ഏതോ ഒരു ഗോഡൗണിൽ കൊണ്ടിട്ട് വായെല്ലാം മൂടി കെട്ടി ഇട്ടേക്കാട്ടോ, അനങ്ങാൻ പറ്റാണ്ട്. നേരം വെളുത്ത സമയം മുതൽ അലോക് ഉണർന്നു. ഉണർന്നിട്ട് തിരിഞ്ഞു നോക്കും, വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അനുമോളും അങ്ങനെ കിടന്ന് നല്ല ഉറക്കം, ക്ഷീണത്തിൽ വായും മൂക്കും ഒക്കെ വലിയൊരു ടവലിട്ട് മൂടി കെട്ടി വെച്ചേക്കാണ്. കുടിച്ച ആ ബോട്ടിലെ വെള്ളമെല്ലാം തീരുമ്പോൾ അങ്ങോട്ടൊരു എറി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അലോക്. അതിൻ്റെ ശബ്ദത്തിലാണ് അനുമോൾ ഉണർന്ന് നോക്കുമ്പോൾ തന്നെ വലിച്ചു മുറുക്കി കെട്ടി വെച്ചേക്കുന്നു, വായെല്ലാം മൂടി കെട്ടിക്കുന്നു. തൊട്ടടുത്ത് ദേ അലോക് നിൽക്കുന്നു. അങ്ങനെ അനുമോൾ അവിടെ കിടന്ന് കുതറി വിളിക്കാൻ തുടങ്ങി, അഴിച്ചു വിടട, എന്തൊക്കെയോ പറയാനുണ്ട്, വെള്ളം വേണമെന്നോ എന്നെ തുറന്നു വിടുന്നോ. അപ്പോഴാണ് അലോക് പറയണം, എടി ഇന്നലെ രാത്രി നീ എന്തായിരുന്നു ബഹളം, ഇവിടെ കിടന്ന് അലറി വിളിച്ച് നാട്ടുകാരെ കൂടെ നീ അറിയിക്കോ, അതുകൊണ്ടാണ് നിൻ്റെ വായെല്ലാം ഞാൻ കെട്ടിയിട്ടത്, മനസ്സിലായോ? ഇനി ഞാൻ തുറന്നു വിടാം, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ കിടന്ന് അലക്കില്ല, ഒച്ചത്തിൽ ബഹളം വെക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ തലയാട്ടുന്നുണ്ട്, ഇല്ല ഞാൻ ബഹളം വെക്കില്ല എന്ന്. അങ്ങനെ ആ ടവലൊക്കെ അഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വല്ലാത്തൊരു ശ്വാസം നമ്മുടെ അനുമോൾക്ക് വരുവാണ്. അപ്പോൾ അനുമോൾ വീണ്ടും പറയുന്നുണ്ട്, എടാ എന്തിനാ നീ എന്നെ പിടിച്ചുകൊണ്ട് വന്നത്, ഇങ്ങനെ ഒരു ചതി നീ എന്നോട് ചെയ്ത് എന്തിനാ, മാപ്പ് പറഞ്ഞ് എല്ലാം സെറ്റിലായി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ പിരിയാന്ന് നീ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ആ രാത്രി ഇറങ്ങി വന്നത്. നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്, മാപ്പ് പറഞ്ഞിട്ട് അങ്ങ് പിരിയാന്നല്ലേ? അങ്ങനെ നീ എന്നെക്കുറിച്ച് വിചാരിക്കണ്ട. പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു, വിശ്വസിച്ചു, അതിനുള്ള ഫലമാണ് നീ എനിക്ക് തരുന്നതല്ലേ. വിശ്വസിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചോ? എടി ഇതൊക്കെ ഒരു ട്രാപ്പാണ്. നിന്നെ എന്നിലേക്ക് വളച്ചെടുക്കാൻ വേണ്ടി ഞാനങ്ങ് സ്നേഹം അഭിനയിച്ചതാണ് നിന്നോട്, അല്ലാതെ എനിക്ക് നിന്നോടൊരു സ്നേഹം ഇല്ലായിരുന്നു. നീ അത് വിശ്വസിക്കാൻ പറഞ്ഞത് ആരെ കുറ്റം? ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അനുമോൾ ആകെ ഞെട്ടിപ്പോകാനോട്ടോ. ആലോകിൻ്റെ തനി നിറം ഒന്നൊന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കണ്ടതാണെങ്കിലും ഇത്രത്തോളം ദുഷ്ടനാണെന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും അനുമോൾ മനസ്സിലാക്കി വരുന്നത്. എന്നിട്ടാണെങ്കിൽ അലോക് പറയാണ്, അതെ നീ ഇന്ന് അനുഭവിക്കണം, കാരണം നീ എന്നെ തേച്ചു. അതുമാത്രമല്ല നിൻ്റെ കല്യാണമല്ലേ ഇന്നത് മുടങ്ങണം. എനിക്ക് കല്യാണത്തിന് മുന്നേ എന്നെ അവിടെ കൊണ്ട് വിട് പ്ലീസ്. എൻ്റെ വീട്ടുകാർ ഒത്തിരി വിഷമിക്കും, അവർ വിഷമം താങ്ങാതെ എന്തെങ്കിലും ചെയ്ത് കളയും. ചെയ്യട്ടടി, ചാവട്ടടി, നിൻ്റെ അച്ഛൻ ചാവണം. ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. വർഷങ്ങളായിട്ടുള്ള പകയാണ് എനിക്ക്, മനസ്സിലായോ? പിന്നെ ഈ ബാലൻ, അയാളെ ഞങ്ങളെ കുടുംബത്തോട് കാണിച്ചതൊക്കെ എനിക്കങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മിത്രയെ നിൻ്റെ സഹോദരൻ ആര്യൻ അടിച്ചുകൊണ്ട് പോയെന്ന് നിനക്ക് ഓർമ്മയുണ്ടോടി? അന്ന് എൻ്റെ കല്യാണം മുടങ്ങി എൻ്റെ വീട്ടുകാരെങ്ങനെ അനുഭവിച്ചു, അതേപോലെ നിൻ്റെ വീട്ടുകാരും അനുഭവിക്കണം. നിന്ന് കല്യാണ പെണ്ണിനെ കാണാതെ നിന്ന് വിയർക്കും നിൻ്റെ അച്ഛനും അമ്മയും. ഏതെങ്കിലും ഒരെണ്ണം നാണക്കേട് കാരണം തൂങ്ങിച്ചാവും, നിനക്ക് കാണണോ എന്നും പറഞ്ഞുകൊണ്ട് അലോക് കേട്ടോ. എന്നിട്ട് അനുമോളോട് പറയണ്ട്, നിന്നെ കെട്ടാൻ പോണ എടുത്തോണ്ടല്ലോടി ജീവൻ, അവനും ഇന്നെല്ലാം അറിയും. പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത് താലി, നിന്നെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് ഞാൻ വാശിയിലായിരുന്നു ഇന്നലെ രാത്രി വരെ. പക്ഷേ ഞാനിനി നിന്നെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ, അങ്ങനെ നീ പേടിക്കണ്ട. പിന്നെ എനിക്ക് വേണ്ടടി, എൻ്റെ വല്യച്ഛനെ നല്ലൊരു ആലോചന കൊണ്ട് വന്നിട്ടുണ്ട്, നല്ല പണച്ചാക്ക്. ഞാനതങ്ങ് സമ്മതിച്ചിട്ടുണ്ട്, അത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അവളെ കല്യാണം കഴിക്കത്തുള്ളൂ, അല്ലാതെ ഒരു പെട്ടിക്കട നടത്തുന്ന ഗോമതി സ്റ്റോർ ബാലൻ്റെ മോളായ നിന്നെ ആരടി കെട്ടുന്നത്? ഇതെല്ലാം എൻ്റെ ട്രാപ്പിലേക്ക് നിന്നെ കൊണ്ടുവരാനുള്ള വഴിയല്ലേ. നീ എൻ്റെ കയ്യിലായി എന്നറിഞ്ഞാലേ ദേവമംഗലം തകരുള്ളൂ. ഞാൻ ഒന്നൊന്നായിട്ട് ഓരോരുത്തരെയും തകർക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞാൻ ഒപ്പിച്ച് വച്ചത്. പക്ഷേ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ താലിയൊന്നും നിൻ്റെ കഴുത്തി കെട്ടില്ല. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് രാത്രിയാകുമ്പോഴത്തേക്ക് നിൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവിടും. അന്നേരം നിൻ്റെ കല്യാണവും മുടങ്ങും. ഒരു രാത്രി എൻ്റെ കൂടെ കഴിഞ്ഞു എന്നുള്ള ഒരു പേര് ദോഷവും നിനക്ക് വരും. അതോടുകൂടി നിൻ്റെ ജീവിതം കോഞ്ഞാട്ടയാവും. വന്നവനെ ജീവൻ, അവൻ നിന്നെയും കളഞ്ഞിട്ട് അവൻ പോവും. ഇനി അതല്ല അവനെ എൻ്റെ എച്ചിൽ തിന്നാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോ. പക്ഷേ ജീവിതകാലം മുഴുവൻ നിനക്ക് സമാധാനം കിട്ടത്തില്ലടി, നിൻ്റെ വീട്ടുകാർക്കും കിട്ടത്തില്ല. ഞാനത് കണക്കാക്കി തന്നെയാണ്. എനിക്ക് ഒന്നൊന്നായിട്ട് പകരം ചോദിക്കണം. അതുകൊണ്ട് നീ ഇവിടെ തന്നെ കിടന്നോ. അലോകെ, ഇങ്ങനെയൊന്നും നീ കാണിക്കരുത്. എൻ്റെ കുടുംബത്തോട് നീ ഇതൊന്നും കാണിക്കരുത്. ഇതിൻ്റെ ഫലം നീ അനുഭവിക്കും. എന്താടി അനുഭവിക്കാൻ പോകുന്നത്? ദൈവമേ, ആരെങ്കിലും ഓടിവാ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അനുമോൾ ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി. അലോക കവളും നോക്കി ഒരൊറ്റ അടി അങ്ങോട്ട് പറ്റിച്ചു കൊടുക്കുന്നു കേട്ടോ. പാവം അനുമോൾ തല കറങ്ങും പോലെ ആയിപ്പോയി. എന്നിട്ട് നമ്മുടെ അലോകിനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ഇത്രയ്ക്കും ദുഷ്ടനായിരുന്നു ഇവനെന്ന്. നിന്നോടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ കിടന്ന് അലറരുത്, വിളിക്കരുതെന്ന്. വാ അടച്ച് വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയോടി. കൊല്ലടാ, നീ എന്നെ കൊല്ല്. നീ ഇത്രയൊക്കെ ചെയ്താൽ നിനക്ക് എങ്ങനെയാ തോന്നണം? എന്നെയും എൻ്റെ കുടുംബത്തെയും ഇങ്ങനെയൊക്കെ ദ്രോഹിക്കും, ഇനിയും ദ്രോഹിക്കും എന്നും പറഞ്ഞുകൊണ്ട് അനുമോളെ ശരിക്കും ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ആ കസേരയിൽ കെട്ടി അവിടെ ഇട്ടേക്കാട്ടോ.
അങ്ങനെ നമ്മുടെ അനന്തൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഓടിപ്പടിച്ച് അച്യുതനോട് വന്ന് ചോദിക്കുന്നു, അച്യുത നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, അനുമോളെ കാണാനില്ലെന്നാണ് പറയുന്നത്, അതിൽ ഇവിടെ അലോകിന് എന്തെങ്കിലും പങ്കുണ്ടോ? അപ്പോൾ ഉടനെ അച്യുതൻ പറയാം, എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയണത്, അലോക് ഒന്നും അറിഞ്ഞിട്ടില്ല, അലോക് ഇവിടെ ഇല്ല, അലോകാണെങ്കിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമെന്ന് പറഞ്ഞാൽ എറണാകുളത്തേക്ക് പോയിരിക്കുക, പിന്നെ എങ്ങനെയാണ് ഈ സംഭവമായിട്ട് ബന്ധം വരിക, പെട്ടെന്ന് എങ്ങനെയാണ് അവന് എറണാകുളത്തൊരു കല്യാണം വന്നത്, അത് പെട്ടെന്നൊന്നും അല്ല, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കല്യാണം അവൻ നേരത്തെ തീരുമാനിച്ചു തന്നെയാണ്, ഇപ്പോഴാണ് അതിന് സമയം വന്നത്, അതുകൊണ്ട് അവൻ പോയി, അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പുറത്തെ കല്യാണം മുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഏട്ടനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, ഇതേ വിഷമം ഞങ്ങളെ വീട്ടിലും ഉണ്ടായിട്ടില്ലേ, ഇവിടെ മിത്രയുടെ കല്യാണം ഉറപ്പിച്ചു വെച്ച സമയത്ത് പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അനുഭവിച്ചതും ഏട്ടൻ തൂങ്ങാൻ പോയതൊക്കെ ഓർമ്മയുണ്ടോ, അപ്പോൾ അവരും കുറച്ച് അനുഭവിക്കട്ടെ, ഇതിപ്പോൾ ദൈവം കൊടുത്തതാ പകരത്തിന് പകരം, അല്ല നമ്മളായിട്ട് ചെയ്തതല്ല എന്ന് അച്യുതൻ പറയുമ്പോൾ അനന്തം പറയുന്നുണ്ട്, എടാ കല്യാണ ദിവസം ഒരു പെണ്ണിനെ കാണാനില്ല, കല്യാണ വീട്ടിൽ കല്യാണ പെണ്ണിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ളവരുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ, അത് ഇനി ഒരാളിനും ഉണ്ടാവരുത്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് അവരോട് സിമ്പതിയും സ്നേഹവും കൂടിയിട്ടൊന്നും അല്ല. ഞാൻ വീണ്ടും നിന്നോട് ഒന്നുകൂടെ എടുത്തു ചോദിക്കുകയാണ്, അലോക് എവിടെയാണ്, സത്യം പറ, അലോക് ഇതിന് പങ്കുണ്ടോ? ഏട്ടൻ എന്തൊക്കെയായി പറയണേ, ഇല്ലെന്നേ, അങ്ങനെ അച്യുതൻ അങ്ങ് ഒഴിഞ്ഞു മാറും കേട്ടോ, പിന്നെ അനന്തൻ എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്